ഹായ് ഗായ്സ്, ദിസ് ഈസ് മണിക്കുയിൽ ഫ്രം എഴുത്തുകാരി ക്രിയേഷൻ. അമ്മ എന്ന വിളി അധ്യായം 8 ആൻഡ് 9. വിമലിൻ്റെ ശബ്ദം നയൻതാരയുടെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നയൻതാര. ഇന്നു മാത്രമല്ല, എന്നും ഞാൻ നിന്നെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും, അവൻ പറഞ്ഞു. നീ ഓർക്കുന്നുണ്ടോ നമ്മുടെ ആ കുട്ടിക്കാലം? നീയും ഞാനും ഒരേ സ്കൂളിൽ പഠിച്ചിരുന്ന കാലം. അന്നൊക്കെ ഞാൻ നിന്നെ കാണാൻ മാത്രമായിരുന്നു സ്കൂളിൽ വന്നിരുന്നത്. നിൻ്റെ ചിരി, നീ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നിൻ്റെ മുഖത്തുണ്ടാവുന്ന ഭാവങ്ങൾ, നിൻ്റെ കണ്ണ്, അതൊക്കെ കാണാൻ ഞാൻ എത്ര ആഗ്രഹിച്ചിട്ടുണ്ടെന്നറിയോ, അവൻ പറഞ്ഞു. അവൾ വിമലിൻ്റെ മുഖത്തേക്ക് നോക്കി. ആ കണ്ണുകളിൽ അവളോടുള്ള പ്രണയം തങ്ങി നിൽക്കുന്നത് അവൾക്ക് കാണാനായി. നീ അന്ന് മനോഹരമായി പാട്ട് പാടുമായിരുന്നു. എന്ത് രസമാണെന്നറിയോ അതൊക്കെ കേട്ടിരിക്കാൻ. നമ്മുടെ ക്ലാസ്സിലെ മലയാളം ടീച്ചർ എപ്പോഴും നിന്നെക്കൊണ്ട പാട്ട് പഠിപ്പിച്ചിരുന്നത് ക്ലാസ്സിൽ. നിനക്കത് ഓർമ്മയുണ്ടോ? അവൻ്റെ കണ്ണുകളിൽ പഴയ കുട്ടിത്തം നിറഞ്ഞു. അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി. നിനക്ക് ഓർമ്മയുണ്ടോ, നീ ഒരു ചുവന്ന പട്ടുപാവാട ഇട്ടിട്ട് സ്റ്റേജിൽ നിന്ന് ഒരു പാട്ട് പാടിയിരുന്നു. എന്ത് രസമായിരുന്നു ആ പാട്ട്. വൈശാലി സിനിമയിലെ ഇന്ദ്രനീലിമയോലും. അവളത് ഓർത്തെടുക്കാൻ ശ്രമിച്ചു. ശരിയാണ്, താൻ ഏതോ ഒരു ഫംഗ്ഷന് ആ പാട്ട് പാടിയിരുന്നു. അന്ന് തൻ്റെ പാട്ട് കേൾക്കാൻ കൂട്ടുകാർക്കൊപ്പം വിമലും വന്നിരുന്നു. അവൻ്റെ മുഖത്തെ സന്തോഷം കണ്ട് താൻ അന്ന് ഒരുപാട് ചിരിച്ചിരുന്നു. അതെല്ലാം അവൾക്ക് ഓർമ്മ വന്നു. നീ ഇപ്പോഴും അതെല്ലാം ഓർക്കുന്നുണ്ടോ? അവൾ അവനോട് ചോദിച്ചു. അവൻ പുറത്തു പെയ്യുന്ന മഴയെ നോക്കി പതുക്കെ ചിരിച്ചു. എനിക്ക് വേറെന്താ പണി, ഇതൊക്കെ ഓർത്തിരിക്കുക. ഇനിയും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്, പറയട്ടെ, അവൻ അവളോട് ചോദിച്ചു. അവൾ തലകുലുക്കി. പഠിക്കുന്ന സമയത്ത് നീയായിരുന്നു ക്ലാസ്സിൽ ഒന്നാമതെത്താറ്. അതുകൊണ്ട് തന്നെ എല്ലാ ടീച്ചേഴ്സിനും സാറുമാർക്കും നിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. നിൻ്റെ അടുത്ത് കൂട്ടുകൂടാനും നിൻ്റെ ഒപ്പം ഇരുന്ന് പഠിക്കാനൊക്കെ കുട്ടികൾ വഴക്കുണ്ടാക്കുമായിരുന്നു. നീ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് കുട്ടികളോട് സംസാരിക്കുന്നതൊക്കെ നോക്കി ഞാൻ മുറ്റത്ത് വരാന്തയിൽ നിന്നെ നോക്കി നിന്നിട്ടുണ്ട്. അതുമാത്രമല്ല കേട്ടോ, ഒരു ദിവസം ഞാൻ നിന്നെ കാണാനായി നിൻ്റെ വീട്ടുമുമ്പിൽ വന്നപ്പോൾ നിൻ്റെ ഏട്ടൻ എന്നെ ഓടിച്ചിട്ടുണ്ട് അവിടെ നിന്ന്. അവൻ അതെല്ലാം ഓർത്ത് ഉറക്കെ ചിരിച്ചു. ആ, അത് ഞാൻ ഓർക്കുന്നുണ്ട് കേട്ടോ. ഏട്ടൻ നിന്നെ ഓടിച്ചതും നീ സൈക്കിളിൽ നിന്ന് താഴെയൊക്കെ വീണിട്ട് അവിടെ നിന്നൊക്കെ ഓടി പാഞ്ഞു പോവാൻ പ്രയാസപ്പെട്ടതൊക്കെ ഞാൻ ഒരുപാട് ചിരിച്ചിട്ടുണ്ട് അത് കണ്ടിട്ട്. എനിക്കിപ്പോഴും ചിരി വരുന്നുണ്ട് അത് ആലോചിക്കുമ്പോൾ, അവൾ ചിരിച്ചു. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം നിന്നെ ഞാൻ ഇപ്പോഴാണൊന്ന് ചിരിച്ചു കാണുന്നത്. എനിക്കൊരുപാട് സന്തോഷമായി നയൻതാര, അവൻ അവളെ നോക്കി പറഞ്ഞു. അവൾ വിമലിനെ നോക്കി. പക്ഷേ വിമൽ, ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു. അതൊരു ഫ്രണ്ടിനെ പോലെ മാത്രമായിരുന്നു. എനിക്ക് നിന്നോട് പ്രണയമുണ്ടായിരുന്നില്ല. അവളുടെ കണ്ണുകളിൽ വീണ്ടും വിഷാദം നിറഞ്ഞു. അതെനിക്കറിയാം, നീ അത് പറയണമെന്നില്ല. ഞാനൊരു മറുപടിക്ക് വേണ്ടിയല്ല ഇതൊക്കെ പറയുന്നത്. അത് കേട്ടപ്പോൾ അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി. പിന്നെ എന്തിനാ നീ ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞത്? അവൻ പുറത്തേക്ക് നോക്കി. കാരണം മനുഷ്യന്മാരല്ലേ, ഒരുപക്ഷെ നാളെ എനിക്കിത് പറയാനുള്ള അവസരം കിട്ടിയില്ലെങ്കിൽ എൻ്റെ മനസ്സിലുള്ളത് നീ അറിയണമെന്ന് തോന്നി. നീ ചെയ്തു തന്ന എല്ലാ കാര്യങ്ങൾക്കും നന്ദിയുണ്ട്. ആരും എന്നെ ഇതുപോലെ സഹായിച്ചിട്ടില്ല. പക്ഷേ നീ എൻ്റെ പിന്നാലെ നടന്ന് നിൻ്റെ ജീവിതം കളയരുത്. ഞാനിപ്പോൾ ഒരു കുഞ്ഞിൻ്റെ അമ്മയാണ്. വിമൽ ഉടനെ മറുപടി പറഞ്ഞു. അതെനിക്കറിയാമല്ലോ, നിനക്കെല്ലാം അറിയാം. എന്നാലും നീ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവുന്നുണ്ട്. അത് കണ്ട് ഈ സമൂഹം എന്താ പറയുക? അവൻ അത് കേട്ട് ചിരിച്ചു. സമൂഹം ഇതുവരെ നല്ലതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ അത് മാത്രമല്ല വിമൽ, എനിക്ക് നിന്നെ സ്നേഹിക്കാൻ പറ്റുമോ എന്ന് പോലും അറിയില്ല. ആ വാക്കുകൾ കേട്ടപ്പോൾ പോലും വിമലിൻ്റെ മുഖത്ത് യാതൊരു മാറ്റവും ഉണ്ടായില്ല. അവൻ പതുക്കെ തലയാട്ടി. അതും എനിക്കറിയാം. നയൻതാരയ്ക്ക് കരച്ചിൽ വന്നു. അപ്പോൾ പിന്നെ എന്തിനാ വിമൽ ഇങ്ങനെ കാത്തിരിക്കുന്നത്? നീ നിൻ്റെ ലൈഫ് നോക്കി പൊക്കോളൂ, അവൾ അവനോട് പറഞ്ഞു. അവൻ നയൻതാരയെ നോക്കി. എന്നിട്ട് പറഞ്ഞു. സ്നേഹിക്കുന്ന എല്ലാവർക്കും
ആ സ്നേഹം തിരിച്ചു കിട്ടണമെന്നില്ല. പക്ഷേ അത് തിരിച്ചു കിട്ടിയില്ല എന്ന് വെച്ച് സ്നേഹം അവസാനിക്കില്ലല്ലോ. ആ വാക്കുകൾ നയൻതാരയുടെ ഹൃദയത്തിൽ തട്ടി. ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പിന്നിൽ നിന്നും ഒരു ചെറിയ കരച്ചിൽ കേൾക്കുന്നത്. അഞ്ജു ഉണർന്നിരിക്കുന്നു. അവർ തിരിഞ്ഞു നോക്കി. കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് അഞ്ജു അവർക്കടുത്തേക്ക് നടന്നു വന്നു. നയൻതാര അവളുടെ അരികിലേക്ക് ഓടിയെത്തി. പക്ഷേ അഞ്ജുവിൻ്റെ കണ്ണുകൾ വിമലിൻ്റെ നേരെയായിരുന്നു. അവൾ വിമലിനെ നോക്കി കൈകൾ നീട്ടി. വിമൽ ചിരിച്ചു. അവൻ അടുത്തേക്ക് ചെന്നു. അഞ്ജു അവൻ്റെ ഷർട്ടിൽ പിടിച്ചു. കരച്ചിൽ നിന്നു. നയൻതാര ആ കാഴ്ച നോക്കി നിന്നു. അഞ്ജു ആദ്യമായാണ് ആരെയെങ്കിലും ഇങ്ങനെ വിശ്വസിക്കുന്നത് എന്ന് അവൾക്ക് തോന്നി. വിമൽ ആ കുഞ്ഞിൻ്റെ നെറ്റിയിൽ ഉമ്മ വെച്ചു. ഉറങ്ങിക്കോട്ടോ, ഞാൻ നാളെ വരാം, അവൻ അവളോട് പറഞ്ഞു. അഞ്ജു ചിരിച്ചു. വിമൽ അഞ്ജുവിൻ്റെ നെറ്റിയിലൊരു ഉമ്മ നൽകിക്കൊണ്ട് അവളോട് യാത്ര പറഞ്ഞു. അവൻ പുറത്തേക്ക് പോയി. നയൻതാര കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് അവൻ പോകുന്നതും നോക്കി കുറച്ചു നേരം നിന്നു. അതിനുശേഷം അകത്ത് കയറി വാതിലടച്ചു. കുറച്ചു ദിവസങ്ങൾക്കു ശേഷം ഒരു രാവിലെ സൂര്യൻ്റെ ആദ്യ കിരണങ്ങൾ ജനാലയിലൂടെ അകത്തേക്ക് വീണു. നയൻതാര അടുക്കളയിൽ അഞ്ജുവിനും തനിക്കുമുള്ള ഫുഡ് ഉണ്ടാക്കുകയായിരുന്നു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ആദ്യമായാണ് അവൾക്ക് മനസ്സിലൊരു ചെറിയ ആശ്വാസം തോന്നി തുടങ്ങിയത്. അഞ്ജു അപ്പോഴും നല്ല ഉറക്കമായിരുന്നു. നയൻതാര വീണ്ടും തൻ്റെ പാചകം തുടർന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ വിമലിൻ്റെ വണ്ടിയുടെ ശബ്ദം അവൾ കേട്ടു. അവൾ ജനാലയിലൂടെ എത്തി നോക്കിയപ്പോൾ വിമൽ ഒരു മഞ്ഞ ഷർട്ട് ഇട്ട് വണ്ടിയിൽ വരുന്നത് അവൾ കണ്ടു. നയൻതാരയുടെ മുഖത്ത് ചെറിയ പുഞ്ചിരി വിടർന്നു. അവൾ അടുക്കളയിൽ നിന്നും മുറ്റത്തേക്ക് ചെന്നു. വിമൽ വണ്ടി പുറത്തു നിർത്തി അവളെ നോക്കി. ഗുഡ് മോർണിംഗ്, അവൻ അവളോട് പറഞ്ഞു. അതിന് മറുപടിയായി അവൾ അവനെ നോക്കി ചെറുതായൊന്ന് പുഞ്ചിരിച്ചു. ആഹാ, ഇന്നൊരു ചെറിയ പുഞ്ചിരിയെങ്കിലും ഉണ്ടല്ലോ നിൻ്റെ മുഖത്ത്, അവൻ പറഞ്ഞു. മുഖത്തെ പുഞ്ചിരി മാത്രം നോക്കാതെ എൻ്റെ കയ്യിലുള്ള ഈ ചായ കൂടി നോക്കുന്നേ, ഇത് നിനക്കുള്ളതാ, അവൾ പറഞ്ഞത് കേട്ട് വിമലിന് അമ്പരപ്പ് തോന്നി. അവൻ അവളുടെ കയ്യിലെ ചായക്കപ്പിലേക്ക് നോക്കി ചിരിച്ചു. എന്താ ഇത്ര രാവിലെ, ഇന്ന് വർക്കൊന്നുമില്ലേ, അവൾ തിരക്കി. വർക്കുണ്ട്, ഞാൻ നിങ്ങളെ രണ്ടുപേരെയും ഒന്ന് കണ്ടിട്ട് പോവാമെന്ന് കരുതി. മോളെവിടെ, അവൻ തിരക്കി. അഞ്ജു നല്ല ഉറക്കാ, ഇന്നലെ കുറച്ച് നേരം വൈകിട്ട് അവൾ ഉറങ്ങിയത്. എപ്പോഴും കളിയാ, എന്നെയും ഉറക്കുന്നില്ല, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വിമൽ അവളുടെ കയ്യിൽ നിന്നും ചായ മേടിച്ചു. എന്നിട്ട് അവളെ നോക്കി പുഞ്ചിരിച്ചു. എനിവേ, താങ്ക്സ് ഫോർ ദ ടീ, അവൻ പറഞ്ഞു. അവൾ അതിനും ചിരിച്ചു. നീ എന്തായാലും എനിക്ക് വേണ്ടി ഒരുപാട് സഹായം ചെയ്യുന്നതല്ലേ, നിനക്കൊരു ചായ പോലും തന്നില്ലെങ്കിൽ ദൈവം പോലും എന്നോട് ക്ഷമിക്കില്ല, അവൾ തമാശയായി പറഞ്ഞു. അവൻ അവളുടെ കയ്യിൽ നിന്നും ചായ വാങ്ങി കുടിച്ചു. അതിനുശേഷം ഗ്ലാസ് തിരികെ നൽകി വണ്ടിയിൽ നിന്നും താഴെ ഇറങ്ങി. ഞാൻ എന്തായാലും എൻ്റെ മോളെ ഒന്ന് കാണട്ടെ, അവൻ അകത്തേക്ക് നടന്നു. പിന്നാലെ നയൻതാരയും. അപ്പോഴേക്കും അഞ്ജു തൻ്റെ കുഞ്ഞി കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് ഉമ്മറത്തേക്ക് വന്നു. അവൾ കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് നയൻതാരയെ നോക്കി. നയൻതാര അവളെ നോക്കി പുഞ്ചിരിച്ചു. അഞ്ജു മോളെ, വിമൽ അവളെ കൊഞ്ചിച്ചു. എന്നിട്ട് കുഞ്ഞിനെ എടുക്കാനായി കൈകൾ നീട്ടി. അഞ്ജു വിമലിനെ കണ്ടതും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. വിമൽ കുഞ്ഞിനെ എടുത്തു. എന്താ മോളു, എന്നെ മറന്നില്ലല്ലോ, അഞ്ജു അവൻ്റെ വിരലിൽ പിടിച്ചു ചിരിച്ചു. വാ വിമൽ, നമുക്ക് അകത്തേക്ക് കയറാം, ഞാൻ നിങ്ങൾക്ക് കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ എടുക്കാം, അവൾ പറഞ്ഞു. അഞ്ജുവിനെയും കൂട്ടി വിമൽ അകത്തേക്ക് കയറി. അഞ്ജു അവൻ്റെ കൈകളിൽ ഇരുന്ന് സന്തോഷത്തോടെ കളിക്കാൻ തുടങ്ങി. അവരുടെ കളിയും ചിരിയും കണ്ടപ്പോൾ നയൻതാരയ്ക്ക് ഒരുപാട് സന്തോഷമായി. മോള് വിമലുമായി നന്നായി ഇണങ്ങിയല്ലോ, അവിടേക്ക് ദോശയുമായി വന്ന നയൻതാര പറഞ്ഞു. പിന്നല്ലാതെ, ഇത് എൻ്റെ ചക്കര മോളല്ലേ, അല്ലേടാ മുത്തേ, വിമൽ അഞ്ജുവിനെ കൊഞ്ചിക്കാൻ തുടങ്ങി. അതെ അതെ, ഇപ്പം നിങ്ങൾ രണ്ടുപേരും സെറ്റായി, ഞാൻ ഒറ്റ അല്ലേ, നയൻതാര കളിയോടെ പറഞ്ഞു. കണ്ടോടാ മോളെ, നിൻ്റെ അമ്മയ്ക്ക് കുശുമ്പ് വരുന്നുണ്ട് കണ്ടോ, വിമലും ആ കളിയുടെ കൂടെ കൂടി. നയൻതാര അവർക്കടുത്തിരുന്ന അഞ്ജുവിന് ദോശ വാരി കൊടുത്തു. ഭക്ഷണം കഴിക്കുന്നതിനിടയിലും അഞ്ജു വിമലുമായി കളിക്കാൻ തുടങ്ങി. അഞ്ജു, ഭക്ഷണം കഴിക്ക്, അത് കഴിഞ്ഞിട്ടൊക്കെ കളിച്ചാൽ മതി,
നയൻതാര പറഞ്ഞു. അവൾ നയൻതാരയെ നോക്കി ചിരിച്ചു. എന്നിട്ട് വീണ്ടും കളിയിൽ ഏർപ്പെട്ടു. അത് കണ്ട് വിമൽ ചിരിച്ചു. ഇവൾ നിന്നെ പോലെ തന്നെയാണല്ലോ, അവൻ പറഞ്ഞു. എന്നെ പോലെയോ? ഞാൻ ഇത്ര കുസൃതിയൊന്നും ആയിരുന്നില്ല. ആരാ പറഞ്ഞത് നീ കുസൃതിയായിരുന്നില്ല എന്ന്? വിമൽ അവളെ വീണ്ടും കളിയാക്കി. അപ്പോഴാണ് അത് സംഭവിച്ചത്. അഞ്ജു പെട്ടെന്ന് നയൻതാരയുടെ മുഖത്ത് കൈവച്ചു. പിന്നെ ചെറു ശബ്ദത്തിൽ പറഞ്ഞു, അമ്മ. ഒരു നിമിഷം നയൻതാര നിശ്ചലയായി നിന്നുപോയി. നയൻതാരയുടെ കൈകൾ വിറച്ചു. അവൾ അഞ്ജുവിനെ നോക്കി. എന്താ വിളിച്ചത്? അഞ്ജു വീണ്ടും ചിരിച്ചു. അവളുടെ ചെറിയ കൈകൾ നയൻതാരയുടെ കഴുത്തിൽ ചുറ്റി. അമ്മ. ആ വാക്ക് കേട്ട നിമിഷം നയൻതാരയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി. അവൾ അഞ്ജുവിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. എൻ്റെ പൊന്നു മോളെ. അവൾക്ക് സംസാരിക്കാനേ കഴിഞ്ഞില്ല. അഞ്ജു ചിരിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും പറഞ്ഞു, അമ്മ, അമ്മ, അമ്മ. വിമൽ ആ കാഴ്ച നോക്കി നിശബ്ദനായി നിന്നു. അവൻ്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു. കാരണം ആ നിമിഷം അവന് മനസ്സിലായി, രക്തബന്ധം മാത്രമല്ല ഒരാളെ അമ്മയാക്കുന്നത്. സ്നേഹം കൊണ്ടും ഒരാൾക്ക് അമ്മയാകാൻ കഴിയും. ചിലപ്പോൾ പെറ്റമ്മയേക്കാൾ കൂടുതലായി. നയൻതാര അഞ്ജുവിൻ്റെ നെറ്റിയിൽ ഉമ്മ വെച്ചു. എന്നിട്ട് സന്തോഷത്തോടെ അവൾ പറഞ്ഞു, ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല, ഒരിക്കലും. അഞ്ജു ഒന്നും മനസ്സിലാകാതെ ചിരിച്ചുകൊണ്ടേയിരുന്നു. അന്ന് രാത്രി നയൻതാര അഞ്ജുവിനെ തോളിൽ കിടത്തി ഉറക്കുകയായിരുന്നു. അവളുടെ മനസ്സ് ശാന്തമായിരുന്നു. ആ കുഞ്ഞിൻ്റെ അമ്മ എന്ന വിളി അവളുടെ മനസ്സിനെ വല്ലാതെ ശാന്തമാക്കിയിരുന്നു. അഞ്ജുവിനെ കിടക്കയിൽ കിടത്തിയതിനു ശേഷം അവളും അഞ്ജുവിൻ്റെ അടുത്ത് കിടന്നു. പക്ഷേ അവൾക്കന്ന് ഉറങ്ങാനേ കഴിഞ്ഞില്ല. അവളുടെ മനസ്സ് നിറയെ ആ കുഞ്ഞ് അമ്മ എന്ന് വിളിച്ച ആ നിമിഷമായിരുന്നു. അറിയാതെ തൻ്റെ കണ്ണ് നിറഞ്ഞതും തൻ്റെ ഉള്ളിൽ ഇതുവരെ ഇല്ലാത്തൊരു ഫീലിങ്സ് വന്നതും അവൾക്ക് മനസ്സിലായി, ഞാനൊരു അമ്മയായിരിക്കുന്നു. ഇനി ഞാൻ ഈ കുഞ്ഞിനെ എങ്ങനെയാണ് ഉപേക്ഷിക്കുക? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇനി ഈ കുഞ്ഞിനെ ഉപേക്ഷിക്കില്ല. അവൾ മനസ്സുകൊണ്ട് പ്രതിജ്ഞയെടുത്തു. അവളുടെ മനസ്സിൽ ഒരു വാക്ക് മാത്രം മുഴങ്ങിക്കൊണ്ടേയിരുന്നു, അമ്മ. ആ ഒരു വിളി അവളുടെ ജീവിതത്തിൻ്റെ അർത്ഥം തന്നെ മാറ്റിമറിച്ചിരുന്നു. പക്ഷേ അഞ്ജുവിനെ അമ്മ എന്ന് വിളിക്കാൻ പഠിപ്പിച്ച ആ വിധി ഒരു ദിവസം അവളെ ഏറ്റവും വലിയ പരീക്ഷണത്തിലേക്കും കൊണ്ടുപോകുമെന്ന് നയൻതാര അപ്പോൾ അറിഞ്ഞിരുന്നില്ല. തുടരും.